നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ദില്ലി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. വിമാനത്താവളത്തിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ടാക്സി ചെയ്യുന്നതിനിടെ സ്പേസ് ജെറ്റ് വിമാനത്തിന്റെ ചിറക് അവിടെ നിർത്തിയിട്ടിരുന്ന ആകാശ എയർ വിമാനത്തിൽ തട്ടിയാണ് അപകടം ഉണ്ടായത്. സ്പേസ് ജെറ്റിന്റെ B737-700 വിമാനത്തിന്റെ വലതുവശത്തെ വിംഗ്ലെറ്റും ആകാശ എയർ വിമാനത്തിന്റെ ഇടതുവശത്തെ സ്റ്റെബിലൈസറുമാണ് ഈ ഒരു അപകടത്തിൽ തകർന്നു പോയി. രണ്ടും കൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് രണ്ടും തകർന്നു പോകുന്ന സാഹചര്യമുണ്ടായി. അപകടമുണ്ടായതിനെ തുടർന്ന് സ്പൈസ് ജെറ്റ് വിമാനം ഗ്രൗണ്ട് ചെയ്തു. ദില്ലി തന്നെയാണ് ഗ്രൗണ്ട് ചെയ്തത്. ദില്ലിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ വിമാനത്തിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ദില്ലിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു ആകാശ എയർ QP1406 വിമാനം. ഇതാണ് സ്പേസ് ജെറ്റ് വിമാനം തട്ടിയത്. തങ്ങളുടെ വിമാനം നിർത്തിയിട്ടിരുന്ന സമയത്താണ് സ്പേസ് ജെറ്റ് വിമാനം വന്ന് തട്ടിയതെന്ന് ആകാശ എയർ വക്താവ് അറിയിച്ചു. അപകടത്തിന് പിന്നാലെ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കാൻ സാധിച്ചു എന്നത് ഏറെ ആശ്വാസകരം. യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ഹൈദരാബാദിലേക്ക് എത്തിക്കാനുള്ള ബദൽ ക്രമീകരണങ്ങൾ അധികൃതർ ഏർപ്പെടുത്തി. ഡൽഹി വിമാനത്താവളത്തിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം തലനാരിഴയ്ക്ക് ഒഴിഞ്ഞു പോയി എന്ന് വേണം പറയാൻ. സ്പേസ് ജെറ്റ് ആകാശ എയർ വിമാനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമാണ്. വിമാനത്തിന്റെ ചിറകുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2:15 ഈ അപകടം ഉണ്ടായത്. ലേയിൽ നിന്നും എത്തിയ സ്പേസ് ജെറ്റ് വിമാനം പാർക്കിംഗ് ഏരിയയിലേക്ക് നീങ്ങുകയായിരുന്നു. അതിനിടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ചെറിയ കേടുപാടുകൾ, അതായത് വിംഗ്ലെറ്റും സ്റ്റെബിലൈസറും ഒക്കെ കേടുപാടുകൾ സംഭവിച്ചു. മറ്റ് യാത്രക്കാർക്ക് ഒരു ആപത്തും സംഭവിച്ചില്ല എന്നത് വലിയ ആശ്വാസമാണ്. എന്തായാലും ഇങ്ങനൊരു അപകടം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അതേസമയം വിമാന അപകടങ്ങൾ നമുക്ക് എപ്പോഴും ഒരു നെഞ്ചിലൊരു വിങ്ങലാണ്. നമുക്കറിയാം, നമ്മൾ രാജ്യങ്ങളുടെ ഏറ്റവും വലിയൊരു ദുരന്തം അത് നമ്മളെയൊക്കെ വളരെയധികം വേദനിപ്പിച്ച വാർത്തയാണ് ആ വിമാന അപകടം. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ഒരുപാട് വിമാന അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ കേട്ട ഒരു വിമാന അപകടമാണ്. ലാൻഡിങ്ങിന് ശ്രമിക്കവേ ചെറു വിമാനം റെസ്റ്റോറൻറ്റിന് മുകളിലേക്ക് തകർന്നു വീണ് 4 പേർ കൊല്ലപ്പെട്ട സംഭവമുണ്ടായി. തെക്കൻ ബ്രസീലിയൻ സംസ്ഥാനമായ റിയോ ഗ്രാൻഡെ ഡോ സുളിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അപകടം ഏത് ഭാഗത്ത് സംഭവിച്ചാലും അത് മനുഷ്യരെയാണ് ബാധിക്കുന്നത്. കാപ്പാവോ ഡ കനാവ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ റൺവേക്ക് സമീപമുള്ള വൈദ്യുത തൂണിലിടിച്ച വിമാനം ജനവാസ മേഖലയിലെ റെസ്റ്റോറൻറ്റിലേക്ക് തകർന്നു വീണു. പ്രാദേശിക സമയം രാവിലെ 10:30 അപകടമുണ്ടായത്. അപകടത്തിൽ പൈലറ്റും വിമാനത്തിലുണ്ടായിരുന്ന 3 യാത്രക്കാരും മരിച്ചു. ലാൻഡിങ്ങിനായി താഴ്ന്നു പറന്ന വിമാനം റൺവേക്ക് സമീപമുള്ള വൈദ്യുത തൂണിലിടിച്ച് നിയന്ത്രണം വിട്ട് ഹോട്ടലിന് മുകളിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ വൻ തീപിടുത്തമുണ്ടായി. അപകട സമയത്ത് റെസ്റ്റോറൻറ്റ് അടഞ്ഞു കിടന്നിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കോ മറ്റുള്ളവർക്കോ വലിയ രീതിയിലുള്ള സാരമായ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. വിമാനം അപകടത്തിൽപ്പെടുന്ന വീഡിയോ പുറത്തു വന്നു. വിമാനം താഴേക്ക് വീഴുന്നതിനിടെ 2 പേർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വരികയുണ്ടായി. മാത്രമല്ല, ഈ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാൽ അത് ഒരുപാട് സംഭവങ്ങൾ, ഇപ്പോൾ ചെറിയ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ, പിഴവുകൾ, അതുമാത്രമല്ല വിമാനത്തിനിടെ ഉണ്ടാകുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ, യാത്രക്കാരുടെ മോശം പെരുമാറ്റം കാരണം വിമാനം തിരിച്ചിറക്കേണ്ട സാഹചര്യം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിശാഖപട്ടണത്ത് നിന്ന് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുന്ന സാഹചര്യമുണ്ടായി. വിമാനത്തിന്റെ ഒരു എഞ്ചിൻ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ എമർജൻസി പ്രഖ്യാപിച്ചായിരുന്നു ലാൻഡിംഗ്. വിമാനത്തിലുണ്ടായിരുന്ന 161 യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. വിശാഖപട്ടണത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന 6E579 നമ്പർ ഇൻഡിഗോ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ലാൻഡിങ്ങിന് തൊട്ട് മുൻപ് വിമാനത്തിന്റെ ഒരു എഞ്ചിൻ തകരാറിലായി എന്നത് പൈലറ്റുമാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് പൈലറ്റുമാർ വിമാനത്താവളത്തിൽ മുൻഗണനാ ലാൻഡിങ്ങിന് അനുമതി തേടി. ഉടൻ തന്നെ റൺവേ 28 സജ്ജമാക്കി. അടിയന്തര പ്രോട്ടോകോൾ പാലിച്ച് ലാൻഡിങ്ങിന് അനുമതി നൽകി. രാവിലെ 10:53 ഡൽഹി ഫയർ സർവീസിന് അടിയന്തര ലാൻഡിംഗ് സംബന്ധിച്ച വിവരം കിട്ടുന്നത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ അഗ്നിശമന സേനാ യൂണിറ്റുകൾ റൺവേക്ക് സമീപം നിലയുറപ്പിക്കുകയായിരുന്നു. വിമാനം സുരക്ഷിതമായി നിലത്തിറങ്ങിയതായും ആർക്കും പരിക്കുകളില്ലെന്നും ഡൽഹി ഫയർ സർവീസ് അറിയിച്ചു. യാത്രക്കാരെ ഡിസംബർക്കേഷൻ നടപടിക്ക് ശേഷം വിമാനത്താവള അതോറിറ്റിയും എയർലൈൻ സ്റ്റാഫും സഹായിക്കുകയുണ്ടായി. ഇനി നമ്മൾ പോകുന്നത്
ന്യൂയോർക്കിലേക്കാണ്. ന്യൂയോർക്കിലുണ്ടായ വിമാനാപകടം, അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ, അതിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത്. ന്യൂയോർക്കിലെ ലഗാർഡിയ വിമാനത്താവളത്തിൽ എയർ കാനഡ വിമാനവും ഫയർ ട്രക്കും കൂട്ടിയിടിച്ച് 2 പൈലറ്റുമാർക്ക് ദാരുണാന്ത്യം സംഭവിച്ച വാർത്ത വളരെയധികം നടക്കുന്നതായിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. അപകടം നടന്ന നിർണായക നിമിഷങ്ങളിൽ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ സംഭവിച്ചത് എന്താണ്, അതിൻ്റെ തെളിവുകൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു. മനുഷ്യ സഹജമായ പിഴവാണ് ഈ വൻ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനം. അപകടത്തിന് തൊട്ടു മുൻപുള്ള ATC ഓഡിയോ റെക്കോർഡിങ്ങുകൾ പുറത്തു വന്നതോടെ കൺട്രോൾ റൂമിലെ ആശയക്കുഴപ്പമാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിക്കപ്പെട്ടതെന്ന് വ്യക്തം. അപകടത്തോടെ ലോകത്തെ ഏറ്റവും തിരക്കേറിയ ആകാശപാതകളിൽ ഒന്നിലെ സുരക്ഷാ വീഴ്ചകൾ അത് വലിയ ആശങ്ക ജനിക്കുന്ന സാഹചര്യമുണ്ടായി. വിമാനത്താവളത്തിലെ മറ്റൊരു യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിൽ പുക കണ്ടതിനെ തുടർന്ന് അടിയന്തര രക്ഷാപ്രവർത്തനം നടക്കുകയായിരുന്നു. ഈ വിമാനത്തിന് അടുത്തേക്ക് പോകാൻ ഫയർ ട്രക്കിന് അനുമതി നൽകിയ കൺട്രോളർക്ക് സംഭവിച്ച ചെറിയൊരു പിഴവ് വലിയൊരു അപകടത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. എയർ കാനഡ വിമാനം ലാൻഡ് ചെയ്തുകൊണ്ടിരുന്ന അതേ റൺവേ മുറിച്ചു കടക്കാൻ ഫയർ ട്രക്കിന് അനുമതി നൽകിയത് കൺട്രോളറുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയായി മാറി. സെക്കൻഡുകൾക്ക് ശേഷം പിഴവ് തിരിച്ചറിഞ്ഞ കൺട്രോളർ സ്റ്റോപ്പ്, ട്രക്ക് 1 സ്റ്റോപ്പ് എന്ന അലറി വിളിച്ചെങ്കിലും വിമാനം ട്രക്കിൽ ഇടിച്ചു കഴിഞ്ഞു. മാത്രമല്ല, താൻ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് കൺട്രോളർ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. അത്തരത്തിൽ ആ ഒരു ഓഡിയോ കേൾക്കാം. മനുഷ്യ സഹജമായ ഒരു പിഴവ് കാരണം വലിയൊരു ദുരന്തം, അതായത് ജീവനുകൾ നഷ്ടമാകുന്ന തരത്തിലേക്ക് ആ അപകടം വഴിമാറുന്ന സാഹചര്യമുണ്ടായി. മോൺട്രിയലിൽ നിന്ന് 72 യാത്രക്കാരും 4 ജീവനക്കാരുമായാണ് ജാസ് ഏവിയേഷൻ വിമാനം റൺവേയിൽ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ വിമാനത്തിന്റെ മുൻഭാഗം തകർന്നു. പൈലറ്റും കോ പൈലറ്റും സംഭവ സ്ഥലത്തും മരണപ്പെട്ടു. പരിക്കേറ്റ 40ഓളം യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അപകടം വ്യോമയാന മേഖലയെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തിയിരുന്നു. യാത്രക്കാർ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ലഗ്വാർഡിയ വിമാനത്താവളത്തിൽ റൺവേയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ ASDX പോലുള്ള നൂതന റഡാർ സംവിധാനങ്ങൾ നിലവിലുള്ളതാണ്. ഇവയ്ക്ക് എന്തുകൊണ്ട് ഈ തടസ്സം തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നത് ഒരു ചോദ്യമായി തന്നെ ഉയരുന്നുണ്ട്. ഈ അപകടത്തിന്റെ സാഹചര്യത്തിൽ റൺവേയിൽ വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാനും ATC വിഭാഗത്തിലെ സ്റ്റാഫിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും അധികൃതർ അടിയന്തര നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ലഗോർഡിയ വിമാനത്താവളത്തിൽ മോൺട്രിയലിൽ നിന്നുമെത്തിയ എയർ കാനഡ എക്സ്പ്രസ് വിമാനം ഗ്രൗണ്ട് വെഹിക്കിളുമായിട്ടാണ് കൂട്ടിയിടിച്ചത്. വിമാനത്താവളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ മറ്റു വിമാനങ്ങളുടെ സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു. ഒരു വിമാനാപകടം ഉണ്ടാകുമ്പോൾ പിന്നീട് അത് എത്രത്തോളം ഒരു ആശങ്കയാണ് സൃഷ്ടിക്കുന്ന കാര്യമൊക്കെ അത് പിന്നീട് നമുക്കറിയാവുന്ന, പ്രത്യേകിച്ച് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കൊക്കെ അത് എത്രത്തോളം ആശങ്കാജനകമാണ് എന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.